ഹലോ ഗായ്സ്, മലേ സിംഗപ്പാറയൊക്കെ കണ്ട് നമ്മൾ നേരെ വണ്ടിയിൽ കയറി മരവിച്ചിട്ടാട്ടോ നീരവൊക്കെ ഇരിക്കണ്ടായിരുന്നു. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോ എടുത്ത് വണ്ടിയിൽ കയറിയ പാടെ ചേന്റെ കാലും ഒരു അട്ട നോക്കിയപ്പോ ചട്ടയുടെ കൂടെ ഒരു അട്ട പൊന്തി വരണപ്പോഴേ കാലുമ്മയ്ക്ക് ശ്രദ്ധിച്ചേ. അപ്പൊ അവിടെ നിറച്ച് ബ്ലഡ്. അപ്പോഴാണ് കേട്ടോ ഈ സംഭവം കടിച്ചു എന്ന് അറിഞ്ഞത്. എന്നിട്ട് നോക്കിയപ്പോ ചെരുപ്പിന്റെ ഉള്ളിൽ വീണ്ടും രണ്ടാമത്തെ ഒരു അട്ട. പക്ഷെ അതിന് കടി കൊടുക്കും മുന്നേ നമ്മളത് കണ്ടുപിടിച്ചു. അതിനെയും തട്ടി കളഞ്ഞ് മനുഷ്യേട്ടന്റെ കാലുമ്മ നോക്കിയപ്പോ അവിടെയും ചോര. നല്ല തളച്ചുള്ള എടുത്തോടെ ചേട്ടന്റെ കാലും പൊഴിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് പരിചാന്റെ കാലും ഉപയോഗിച്ചു കേട്ടോ. അത്രമാത്രം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് ബാൻഡേഡൊക്കെ മേടിച്ച് അവിടെ ഒട്ടിച്ചു വെച്ചു. ഒട്ടിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവര് നേരെ ഫുഡൊക്കെ മേടിച്ച് വന്ന് നമ്മള് റൂമിൽ കയറി വേഗം ഫ്രഷ് ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഒരു 11 മണിയാകുമ്പോഴേക്കും ഇറങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു. നെയ് റോസ്റ്റ്, മസാല ദോശ അങ്ങനെ എല്ലാം മേടിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. നമ്മള് വേഗം റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇറങ്ങുകയായിട്ട് അങ്ങനെ പോണ വഴിക്ക് ക്യാരറ്റ് കഴിക്കണം എന്നുള്ള ഒരു പൂതി ഉണ്ടായിരുന്നു. അത് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീരവ് അതിൻ്റെ ഇടയിൽ നല്ലൊരു ഛർദി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി റിപ്പിൾ ടീയുടെ ചായയിലൊക്കെ ഇങ്ങനെ വിൽക്കണ ഒരു ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി. മേടിക്കാനൊന്നും നിന്നില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. ബില്ലിങ്ങിലൊക്കെ എനിക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കയറി. സത്യം പറയാലോ തീരെ വൃത്തിയുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് മനസ്സിന് കാണ്ട് ഫുഡ് കഴിച്ചിട്ട് എന്തോ ഒരു സുഖക്കേട് ഉണ്ടായിരുന്നു. മാഗി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എങ്കിലും പ്രതീക്ഷിച്ചു, അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോവാന്നുള്ള തീരുമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടത്. തിരുവോക്കിയാകുമ്പോൾ നല്ല ഡേഞ്ചറാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ പോവാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ. നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിൽ ഇറങ്ങി നീരവന് ഒരു റെയിൻ കോട്ടൊക്കെ മേടിച്ച് അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നാളെ എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇടയിൽ ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങളും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഡ്രീം ക്യാച്ചറാണ് കേട്ടോ. അത് മേടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല വൈറ്റ് കളറിൽ നല്ല അടിപൊളി സാധനം ഉണ്ടായിരുന്നു. മേടിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ വേഗം എന്നിട്ട് തിരിച്ചു പോകുന്നു. അതായത് നമുക്ക് അവിടുത്തെ തണുപ്പൊന്നും അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ എല്ലാം കണ്ടിട്ട് വേഗം അങ്ങോട്ട് തിരിച്ചു പോരുക ചെയ്തത്. ഈ കാര്യമൊക്കെ നമ്മൾ വിട്ടുപോയി. പോയിന്റിന് അങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമായിരുന്നു, 20 രൂപ കേട്ടോ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ എടുത്ത് അതിന്റെ മോളിലേക്ക് കയറി എല്ലാം കണ്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങി പോന്നു. പിന്നെ ചേട്ടൻ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ മറന്നില്ല കേട്ടോ. ഒരു ഫുഡും കിട്ടാത്തതുകൊണ്ട് ചേച്ചിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്താട്ടോ ചോളം കണ്ടത്. എന്നാൽ പിന്നെ അത് മേടിച്ചിട്ട് നമ്മൾ പോണ വഴിക്ക് കത്തി കൊണ്ടൊന്ന് മുറിക്കാൻ നോക്കിയത്. എൻ്റെ കൈ നല്ലപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടി. ചായ കുടിക്കാനുള്ള ഉദ്ദേശത്തിൽ കയറിയത്. അപ്പോൾ ബാൻഡേഡും കൂടെ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിക്കണം. വേദനയാണ്, നല്ല വേദനയുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പൂച്ചക്കുട്ടീനാണ് അപ്പോൾ പകുതി വേനയും പോയിട്ട് ഇതിനൊന്നും കൊണ്ടുപോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. പിന്നെ വെള്ള പൂച്ചക്കുട്ടീനെ കിട്ടാത്ത